Hello guys, welcome to my yet another day in my life, actually a Sunday in my life. ഇതെൻ്റെ ഒരു ഇത് മോന് വരുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ദിവസം മോന് വന്നത് സൺഡേ നൈറ്റായിരുന്നു. കൊല്ലത്തേക്ക് വന്നത് എറണാകുളത്ത് നിന്ന്. സൺഡേ മോർണിംഗ് എറണാകുളം ലാൻഡ് ചെയ്തു. സൺഡേ നൈറ്റ് ആയപ്പം മോനും ഫ്രണ്ട്സും നമ്മുടെ വീട്ടിലേക്ക് കൊല്ലത്തേക്ക് വന്നു. എന്നെയും കൊച്ചിനെയും പിക്ക് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പം അതിന് മുന്നേ ഉള്ള ഒരു സൺഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഈ വ്ളോഗിൽ കാണാം. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല, എൻജോയ് ദ വീഡിയോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പറയാനുണ്ടെങ്കിൽ വരാം. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് തിരുമ്മലും കൂടെയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ മോന് വരുന്നതിന് 1 വീക്ക് മുന്നേ എനിക്ക് തിരുമ്മലെല്ലാം തുടങ്ങിയായിരുന്നു. 1 വീക്ക് നീണ്ട തിരുമ്മലായിരുന്നു. അപ്പോൾ ഇതെൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് തിരുമ്മലാണ്. അപ്പം സൺഡേ നോർമലി എനിക്ക് തിരുമാൻ ചേച്ചി വീട്ടിൽ വരുന്നത് ഉച്ച ടൈമിലായിരുന്നു. ഒരു 3 ആ ഒരു ടൈമിലായിരുന്നു വരുന്നത്, 2-3 ആ ടൈമിലായിരുന്നു. പക്ഷേ ഇത് സൺഡേ ആയതുകൊണ്ട് ചർച്ചിൽ പോകേണ്ടതുകൊണ്ടും പിന്നെ ഇന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റ്സും ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ള ഡേയിൽ വേസ്റ്റ് ചെയ്യാൻ ടൈമില്ല. വേസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ കിടന്ന് തിരുമ്മലും പിന്നെ അത് കഴിഞ്ഞ് കുളി കാര്യങ്ങൾ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ആ ചേച്ചിനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് സൺഡേ വെളുപ്പിനെ വരാനായിട്ട് പറഞ്ഞു തിരുമാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് അപ്പോൾ ഈ കുളിച്ച് ഒരുങ്ങി അങ്ങ് പള്ളിയിൽ പോകാമല്ലോ. പള്ളിയിൽ പോയിട്ട് വന്നിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് ഇനഫ് ടൈം ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ചെയ്തു. അപ്പോൾ ഇത് ഞാൻ ഇസൂട്ടി ഉറങ്ങുവാണ്. ഇസൂട്ടി ഉറങ്ങുന്ന ടൈമിൽ ഞാൻ രാവിലെ എണീറ്റ് എല്ലാം റെഡിയായിട്ട് ഞാൻ അവർ വരണ്ടോന്നൊക്കെയാണ് ജനലിൽ കൂടെ നോക്കുന്നത്. അപ്പം അവർ വരുന്നതിന് മുന്നേ ആ ചേച്ചി തിരുമാൻ വരുന്നതിന് മുന്നേ അവിടെ കുറേ റെഡിയാക്കി ഇടാനുണ്ട്. മീൻസ് ചൂടുവെള്ളം ആക്കാനായിട്ട് വെള്ളം എടുത്ത് വെക്കണം കുളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ തിരുമിയ സ്ഥലം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്ത് തുടച്ചിടണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടാസ്ക് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ വന്നിടുക. പിന്നെ അവർ മേളത്തെ നിലയിലേക്കാണ് വരുന്നത്. അപ്പം മേളിലത്തെ നിലയിൽ ആക്ച്വലി നമ്മൾ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. ഇപ്പം ഞാൻ അല്ലെങ്കിൽ അച്ചാച്ചനൊക്കെ വരുമ്പോഴാണ് മേളത്തെ നിലയിലോട്ട് വരുന്നത്. പിന്നെ അമ്മച്ചി എല്ലാ ദിവസവും രാത്രി പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വരും. അമ്മച്ചിയുടെ പേഴ്സണലായിട്ടുള്ള പ്രെയർ ഏരിയ ആണ് ഇവിടെ. അപ്പം അതിന് വേണ്ടിയിട്ട് വരും. അല്ലാണ്ട് നമ്മളിവിടെ മേളത്തെ നില അധികം യൂസ് ചെയ്യാറില്ല. അപ്പം ഞാൻ നേരത്തെ വന്ന് ഡോറൊക്കെ അപ്പം സൈഡിൽ കൂടെ എൻട്രൻസ് ഒരെണ്ണമുണ്ട്. അപ്പോൾ അത് ത്രൂ ആണ് തിരുമാൻ വരുന്ന ചേച്ചിയൊക്കെ വരുന്നത്. അപ്പം ഞാൻ നേരത്തെ വന്നിട്ട് എല്ലാം തുണിയും കാര്യങ്ങളും വെള്ളത്തിനുള്ള പാത്രമൊക്കെയാണ് കൊണ്ടുപോകുന്നത് ചൂടുവെള്ളം ആക്കാനായിട്ടുള്ള. അപ്പോൾ ഇൻഡക്ഷൻ കിച്ചണിലൊന്നും അങ്ങനെ വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥലം ചൂസ് ചെയ്തത്. കിച്ചൺ സ്ലാബിൻ്റെ പുറത്ത് ആയിരുന്നു ഞാൻ കിടന്നിട്ടായിരുന്നു അപ്പോൾ ഞാനും ഇസൂട്ടിയും ട്വിന്നിങ് ആണ്. അമ്മച്ചി തയ്ച്ചു തന്ന ഡ്രസ്സാണ് 2 പേർക്കും. അപ്പം നമ്മൾ ഫസ്റ്റ് ഡേ എത്ര 3.5 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ പള്ളിയിലേക്ക് പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് സൺഡേ ഇസൂട്ടിയുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഗൈസ് കമൻറ്റ് ചെയ്യണേ. അമ്മച്ചി തയ്ച്ചതാണ്. അടിപൊളിയാണോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഇസൂട്ടി പള്ളി കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ സൺഡേയുടെ സ്പെഷ്യാലിറ്റി നാട്ടിലെ പള്ളിയിൽ പോകുമ്പോഴുള്ള സ്പെഷ്യാലിറ്റി അല്ല. നമ്മൾ പള്ളി കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം നിൽക്കും. അത് ഭയങ്കര റിഫ്രഷ്മെൻറ്റാണ് സൺഡേസ് എന്ന് പറഞ്ഞാൽ, പള്ളിയിൽ പോയി തുടങ്ങുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് എൻ്റെ കസിൻ ബ്രദറാണ്.
അപ്പൂസ് ചേട്ടനെ കണ്ടാ? പിന്നെയുള്ള ടാസ്ക് എന്താന്ന് വെച്ചാൽ സൺഡേസ്, മോസ്റ്റ്ലി സൺഡേസിലാണ് അപ്പാടെ ഏറ്റവും വലിയ ടാസ്ക് ഒരാഴ്ചത്തെ. അതായത് സുന്ദരീനെയും ബ്യൂട്ടീനെയും മണിക്കുട്ടീനെയും. അപ്പോൾ സുന്ദരിയും ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആ കുളിപ്പിക്കാൻ നിർത്തിയേക്കുന്ന, ആ കല്ലിൻ്റെ മേത്ത് നിർത്തിയേക്കുന്ന ആളാണ് സുന്ദരി. അവളുടെ മോളാണ് ബ്രൗൺ കളറ്. പിന്നെ ഇനി ഒരു പൂച്ചക്കുട്ടിയും ഉണ്ട്, മണിക്കുട്ടി. അപ്പം ഇവരെ 3 പേരെയും കുളിപ്പിച്ചിറക്കുക എന്ന് പറഞ്ഞാൽ സൺഡേയിലെ അപ്പാടെ ടാസ്ക് ആണ്. അപ്പോൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് അപ്പ അതിന് നിൽക്കും. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണാം, അവരെ കുളിപ്പിക്കുന്നതിൻ്റെയും അവരുടെ കളിയുടെയും ഒക്കെ കാണാം. ഈ രംഗം ഞാൻ പ്രത്യേകിച്ച് എടുക്കാൻ കാര്യം, ഞങ്ങൾക്ക് നാട്ടിൽ വരുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു ഇതായിരുന്നു ഈ ബ്യൂട്ടി ഇസൂട്ടിയുടെ അടുത്ത് നിന്നത്. ബിക്കോസ് ഞങ്ങൾക്ക് നാട്ടിൽ വരുന്നതിന് മുന്നേ ഞങ്ങൾക്ക് പേടി ഇതായിരുന്നു. ബിക്കോസ് ബ്യൂട്ടി എപ്പോഴും ഒരു ഇച്ചിരി ചില സമയത്ത് അവൾ നമ്മൾ വിചാരിക്കാത്ത പോലെ പെരുമാറും. സുന്ദരിനെ പോലെ അല്ല, സുന്ദരി ഭയങ്കര പാവമാണ്. ബ്യൂട്ടി ചില സമയത്ത് അവൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൾ കടിക്കുന്ന ഒച്ചപ്പാടുണ്ടാക്കി കടിക്കാനായിട്ടൊക്കെ വരും. അപ്പം ഞങ്ങളെല്ലാവരെയും അതിശയിപ്പിച്ച് ബ്യൂട്ടി ആണെന്നുണ്ടെങ്കിൽ ഇസൂട്ടീൻ്റെ അടുത്ത് ഭയങ്കര ഒട്ടൽ, ഭയങ്കര നക്കൽ. അവൾ ഇങ്ങോട്ട് വന്ന്, ഇസൂട്ടി അങ്ങോട്ട് പോയതേ ഇല്ല, അവൾ ഇങ്ങോട്ട് വന്നിട്ട് ഭയങ്കര ഇസൂട്ടീനെ നക്കുന്നു, അടുത്തുനിന്ന് മാറുന്നില്ല, വാലയെ പിടിച്ച് നടക്കുന്നു, ഭയങ്കര കാര്യമായിരുന്നു. ഞങ്ങള് അമ്മ അവളെ പോയി ഭയങ്കര നക്കലമ്മ, ഇസൂട്ടീൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ഭയങ്കര നക്കല്. ഇവിടെ എന്തുവാ, ഇവിടെ അങ്ങ് ഭയങ്കര ഒട്ടലാണല്ലോ. ഭയങ്കര അടുത്ത് വന്നിരുന്നങ്ങ് അവിടെ പോയിരുന്നങ്ങ് അവിടെ പോകാൻ തന്നെ ഇരിക്കുക. ഭയങ്കര നക്കലൊക്കെ നക്കലൊക്കെ തൊടണ്ടേ? ആ ബൂട്ടിന് തടവി കൊടുക്കണമെന്നോ? ആണോ? അമ്മ വീഡിയോ എടുക്കണ്ട്, അമ്മ തടവി കൊടുക്കട്ടെടാ, പാവല്ലേ ബ്യൂട്ടി. ഇതായിരുന്നു അവരുടെ സ്റ്റാർട്ടിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞാലും. ഈ ദിവസമായിരുന്നു അവർ ഇൻറ്ററാക്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇതിന് മുന്നേ വരെ ഞാൻ സമ്മതിച്ചിട്ടില്ല, അകത്തും പുറത്തും ഒക്കെ ആയിട്ടായിരുന്നു ഇട്ടിരുന്നത്. അപ്പം ഇത് അവളിങ്ങനെ ഇത്രയും പെറ്റ്സിനെല്ലാം ഇത്രയും സ്നേഹത്തോടെ കാണുമ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമാണ്. ബിക്കോസ് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര പെറ്റ് ലവേഴ്സാണ്. എല്ലാ ടൈപ്പ് പെറ്റ്സിനെയും ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഡോഗ്സ്. അപ്പോൾ ഇത് അപ്പാടെ കുറേ കലാപരിപാടികളാണ്, അപ്പാടെ മക്കൾ. ഞാൻ അപ്പായുടെ അടുത്ത് എപ്പോഴും പറയുന്ന കാര്യമാണ്, അപ്പ എന്നെ ഇതുവരെ കുളിപ്പിച്ചിട്ടുണ്ടോ അപ്പ, എനിക്ക് ഇതുവരെ ചോറ് വരെ തിന്നിട്ടുണ്ടോ അപ്പ. അപ്പായ്ക്ക് അത്രയും കാര്യമാണ് ഇവരെ രണ്ടുപേരെയും. ചോറ് വാരി കൊടുക്കുക, ചോറ് കൊണ്ട് കൊടുത്തിട്ട് തീരുന്നവരെ, അത് കഴിച്ച് തീരുന്നവരെ അവരെ കൂടെ തന്നെ നിൽക്കുക. അങ്ങനെ ഭയങ്കര വിചിത്രമായിട്ട്. പിന്നെ പല്ല് ഏൽപ്പിച്ചു കൊടുക്കുക, എക്സസൈസ് ചെയ്യിപ്പിക്കുക, എല്ലാ ദിവസവും രാവിലെ പല്ല് ഏൽപ്പിച്ച് അങ്ങനെ കുറേ പരിപാടികളുണ്ട്. പറയാൻ തന്നെ കേട്ടില്ലേ, ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. കൈകൊട്ട് വാവേ കൈകൊട്ട്, കൈകൊട്ട് വാവേ കൈകൊട്ട്, കൈകൊട്ട് വാവേ കൈകൊട്ട്, അപ്പം തിന്ന കൈകൊട്ട്, കൈകൊട്ട് വാവേ കൈകൊട്ട്. അപ്പൊ ആയിക്കുമ്പോ അതെ ഭിത്തിയിൽ ചേർന്നിരിക്കുന്നതൊക്കെ അപ്പം തിന്ന കൈകൊട്ട്. അവിടെ നിന്നോണം, അപ്പ പറയുന്ന നേരം അവിടെ നിന്നോണം.
നീ മോളൊന്ന് കുത്തിയിരുന്നേ, നീ കുത്തി ഇരിക്കുന്നതാണോ? അതാ ഇരിക്കുന്നതാണോ മോളെ ഇരുന്നേ. സിഡോൺ ഇച്ചിരി ഇങ്ങോട്ട് വന്ന്. ആ സിഡോൺ. ചന്തി വിറ്റി തട്ടുന്നു. ആ സിഡോൺ ഉണ്ടോ? ശേഖാൻ്റെ ബാക്കി ശേഖാൻ്റെ അതല്ല ഈ കൈ അതിനെ മണപ്പിക്കുക. അതിനെ മണപ്പിക്കുക. ഇറത്തില്ല അവിടെ പോ. മറ്റേ ഓടി ഒന്നും കയറുന്ന ഒരാൾ. അപ്പൻ തിന്നാൻ കൈകൊട്ട് എത്ര നേരം ദൂരെ വേണമെങ്കിലും നടന്നോളൂ. വീഡിയോ എടുത്ത് എന്തെല്ലാം കാണിച്ചു തരണം ഞാൻ ഇവിടെ കൊണ്ട്. കണ്ടോടാ ഇരിക്കുന്നുണ്ട്. എനിക്ക് ഇന്നേ നമ്മളെ ഇന്നേ. ആ അങ്ങനെ ഇന്നോണോ നമുക്ക് ഇരിക്കുവാ. ഓടിച്ചപ്പ എൻ്റെ അമ്മ ഒരു പാടുമില്ല കുളിപ്പിക്കുന്നത്. നീ ഇത് കണ്ടിട്ടുണ്ടോ? ഇവള് മോട്ടറിൽ നിന്ന് വെള്ളം വീഴുന്നെ ചാടി പിടിക്കുന്നേ. അത് ഇന്നാൾ പണ്ട് വന്നപ്പോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ഇനിയൊന്ന് കാണണം. ഇപ്പൊ പിന്നെ മോട്ടർ എനിക്ക് വേണ്ടി വെള്ളം ഒഴിക്കുന്ന ആൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. എല്ലാവോ 69 ഫോട്ടോ കണ്ടുണ്ട്. ആ സത്യമായിട്ട് ഞാൻ ഇപ്പൊ അവർക്ക് അയച്ചു കൊടുത്തു. വെള്ളം കൊടയുന്ന അങ്ങനെയാണോ? ഇത് ആര് പഠിപ്പിച്ചു തന്നെയാ? ചാച്ചാച്ച. നല്ലില്ല എന്നിട്ട് എന്നിയുടെ കൂട്ടുകാര് സെറ്റ് അതുവാ ഞാൻ വീട് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അപ്പഴേ വന്നേനെ. ഉമ്മച്ചി പറഞ്ഞു കൊടുത്തില്ലേ? അത് ഞാൻ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോയും ക്യാൻകയിൽ ഇട്ടിട്ടുണ്ട്. നോക്കൽ ചടങ്ങ്. സൂട്ടി അമ്മാമ്മി കടയിൽ പോയി ഇങ്ങ് വന്നേ. ഈ ബ്യൂട്ടി എന്നെ എഴുന്നേ നോക്കിയേ. പോയി ഇറച്ചി വേണോ വേണോ കുക്കനാൻ പണ്ടിയും പോയി ഇറച്ചി വേണോ. ഷൂട്ടിക്ക് വേണമെങ്കിൽ ഇവിടെ ഇറക്കി വെക്കാം. കുക്കനാൻ പണ്ടിയെ വേണോ ഷൂട്ടിക്ക് വേണോ കുക്കനാൻ പണ്ടിയെ വേണോ. ആള് കൂട്ടി പോവാ കേട്ടോ. മനുവേ നീ ഉറങ്ങിയാണോ? നിനക്ക് വിളിക്കണ്ടായോ? അപ്പോൾ ദേ സുന്ദരിയും ബ്യൂട്ടിയും മണിക്കുട്ടിയും എല്ലാവരെയും കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടിരിക്കുകയാണ്. കുറച്ച് നേരം അവർ നനഞ്ഞ് ഒരുപാട് ഫുൾ ഉണങ്ങിയിട്ടിരിക്കുമല്ലോ, ബ്ലോ ഡ്രൈ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചേരം ഇങ്ങനെ മണ്ണിൽ പോയി കുഴച്ച് നല്ല ആക്കിക്കൊണ്ട് വരും. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം കുളി. ഇങ്ങനെ നോക്കുന്നത് നേരെ നോക്കടി. ശിന്നരി ബുട്ടാ ഊട്ടി. ഇങ്ങോട്ട് വാ, അടുത്ത് വന്നിരിക്കും. അത് തലയിലിടുന്ന എങ്ങ് വാ, തിരിഞ്ഞിരിക്കും. അപ്പോൾ ദേ ഇത് ഏകദേശം വൈകുന്നേരമായി. അപ്പം ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോവാണ്. കുറച്ച് ഷോപ്പിങ്, പറ്റുമെങ്കിൽ ബീച്ച്, അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കുക. അതൊക്കെയാണ് നമ്മളുടെ പ്ലാൻ. ഞാനും കൊച്ചും
ഞാനും ഇസൂട്ടിയും അപ്പയും അമ്മച്ചിയും പിന്നെ നമ്മൾ ഡ്രൈവർ ചേട്ടനും ഉണ്ട്. ഞങ്ങൾ ഇത്രയും പേര് മാത്രം. അപ്പം ഞാൻ എൻ്റെ ഇസൂട്ടനെ റെഡിയാക്കുകയാണ്. ചെരിഞ്ഞില്ല. അങ്ങോട്ട് നോക്ക്, ജനലി നോക്ക്. നോക്കെ ഒരു ചിരി കഴിച്ചേ. ഇങ്ങനെ കാണിച്ചേ. അത് പീസ്. റെഡി. Sitter ready? Sitter ready? Ready? Let's go. Wake up. Tata. എവിടെ പോവാ? ബീച്ചിൽ പോവാൻ പോവാണോ? ആണോ? ആ എന്നാ ടാറ്റ. ആ ഇതിവിടെ വെക്കാം. എന്നിട്ട് ഇങ്ങനെ ലെറ്റ്സ് ഗോ. അപ്പം ഞാനും അമ്മച്ചിയും വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പായ ജംഗ്ഷനിൽ നിന്ന് കടയിൽ നിന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അപ്പാടെ കടയിൽ എത്തിയതേ. അതാ ആ റെഡ് കളർ ബോർഡർ കാണുന്നില്ലേ, അതാണ് ആ ബോർഡർ വെച്ച് ഗ്ലാസ് ഇട്ടില്ലേ, അതാണ് അപ്പാടെ കട. അപ്പം ഞങ്ങൾ പറഞ്ഞ പോലെ കല്യാൺ സിൽക്സിലാണ് വന്നത്. സാരികൾ എടുക്കാനുണ്ടായിരുന്നു എനിക്കും അമ്മച്ചിക്കും. നമുക്ക് കുറേ പരിപാടികളുണ്ടായിരുന്നു. സാരി എന്ന് പറഞ്ഞാൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഡ്രസ്സാണ്. സാരി ഉടുക്കാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കാറില്ല. അപ്പം നാട്ടിൽ ചെന്നപ്പോഴും ആസ് യൂഷ്വൽ നിങ്ങൾ വിശ്വസിക്കില്ല, ഞങ്ങൾ കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ 5 തവണയാണെന്ന് തോന്നുന്നു, 5 തവണയാണെന്ന് തോന്നുന്നു സാരി ഉടുത്തു. ഒരവസരവും ഞാൻ മിസ്സാക്കിയില്ല. അത് 5ഉം വേറെ സാരികൾ ഞാൻ ഉടുത്തു. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാരി എത്ര ഉടുത്താലും എനിക്ക് മതിയാവില്ല. എനിക്ക് എന്നെ സാരിയിൽ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ ഉടുക്കുന്ന പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ പേര് അങ്ങനെ ഉണ്ടാവും സാരി ഇഷ്ടമുള്ളവർ. അപ്പം അതേപോലെ തന്നെ എനിക്കിഷ്ടമുള്ള പ്രോസസ്സാണ് ഷോപ്പിംഗ്. അതെന്ത് ഷോപ്പിംഗ് എന്നൊന്നുമില്ല, ചുമ്മാ കടകൾ കയറി ഇറങ്ങി നടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ അന്ന് ശരിക്കും പറഞ്ഞാൽ കല്യാൺ സിൽക്സിൽ കയറിയതിന് ശേഷം സാരി എടുത്ത് വന്ന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ ടൈപ്പ് സാരികളും നോക്കി വന്നപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നെ ബീച്ചിൽ പോകാൻ ടൈമില്ലായിരുന്നു. നമ്മുടെ കൊല്ലം ബീച്ച് ശരിക്കും പറഞ്ഞാൽ 8 മണിയാകുമ്പോൾ അടയ്ക്കും. നമുക്ക് ആ സൈഡിലൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കാം. പക്ഷേ അപ്പം നമ്മൾ വിചാരിച്ചു ബീച്ചിൽ ഇനിയിപ്പം മോനും ഒക്കെ വന്നിട്ട് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പിന്നെ ഒരു KFCയിൽ വന്നു, ടേക്ക് ഔട്ട് എടുത്തു. കുറേ കാലത്തിന് ശേഷം KFC ഫസ്റ്റ് ടൈം തിന്നതും ഭയങ്കര ഞാൻ പറയത്തില്ലേ, നമ്മൾ ക്രേവ് ചെയ്യുന്ന ഒരെണ്ണമാണ് നാട്ടിലെ KFC. കാനഡയിൽ KFC ഉണ്ട്, പക്ഷേ നമ്മുടെ നാട്ടിലെ KFCൻ്റെ 7 അയലത്ത് പോലും കാനഡയിലെ KFC വരില്ല. അതേപോലെ ഇവിടുത്തെ മക്ഡൊണാൾഡ്സിൻ്റെ 7 അയലത്ത് പോലും നാട്ടിലെ മക്ഡൊണാൾഡ്സും വരില്ല കേട്ടോ. വേണോ?
ഇസൂട്ടിയും ആദ്യമായിട്ടാണ് നാട്ടിലെ KFC കഴിക്കുന്നത്. അവൾക്ക് അറിയാം KFC ഇവിടെ നമ്മൾ മേടിക്കാറുണ്ട് കാനഡയിൽ. KFC അപ്പാപ്പൻ്റെ ചിക്കി വേണം, KFC അപ്പാപ്പൻ്റെ ചിക്കി വേണമെന്നും പറഞ്ഞിട്ടാണ് പറയുന്നത് എപ്പോഴും. മടിയിലിരിക്കാനല്ല, കസേരയിലിരുന്നാൽ മതി. അമ്മയ്ക്ക് കാലുവേദനയാ. അവിടെ ചുട്ടിയുടെ കസേര എടുത്തോണ്ടോ, ആ കസേര എടുത്തോണ്ടോ. ഇവിടെ ഇരുന്നോ. ഗൈസ്, ഈ കസേര കണ്ടോ? ഞാൻ കുഞ്ഞായിരുന്നപ്പം ഞാൻ ഉപയോഗിച്ചിരുന്ന കസേര ഇത്. ഞാൻ ഇവളുടെ പ്രായമായിരുന്നപ്പോൾ ഞാൻ ഉപയോഗിച്ചിരുന്ന കസേര ഇത്. എനിക്ക് വയലറ്റ് കളറും അച്ചാച്ചന് സെയിം മോഡൽ റെഡ് കളറും ഉണ്ടായിരുന്നു. 2 കസേര ഇവിടെ അങ്ങനെ തന്നെ ഉണ്ട്. ദേ ഇപ്പോൾ എൻ്റെ കൊച്ചു ഉപയോഗിക്കുന്നത്. അടിപൊളി, സൂപ്പർ. ടാറ്റ, ബൈ. ഇഷ്ടപ്പെട്ട KFC? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ സൺഡേ ഇൻ മൈ ലൈഫ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഡു ലൈക്ക് മൈ വീഡിയോ, ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ മോനും ഒക്കെ വന്നിട്ടുള്ള സ്പെഷ്യൽ ആയിരിക്കും മിക്കവാറും. അപ്പോൾ അതിൽ കാണുന്നവരെ ടാറ്റ, ബൈ.